ഹലോ ഹലോ, MLA വീടാണോ? അല്ല, ഇത് എന്റെ വീടാണ്. താങ്കളാരാണ്? ഞാനാണ് ഇവിടുത്തെ MLA. സോറി സാർ, റോങ് നമ്പർ. ശരി. പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 പേരെ കൊന്നു. ദൈവമേ, പുലി ഇറങ്ങി 6 പേരെ കൊന്നോ? അതെ. എടോ, കേവലം 10 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച MLA അല്ലേ ഞാൻ? അതെ. അതിൽ ഇപ്പൊ തന്നെ 6 പുലി കൊന്നു. ഇനി ബാക്കി 4 കൂടിയല്ലേ ഉള്ളൂ. അതങ്ങളെ കൂടിയ പുലി കൊല്ലുന്നതിന് മുമ്പ് ആ നശിച്ച പുലിയെ ഒന്ന് കൊല്ലാൻ നോക്കണം. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ പഠിച്ചുപടി പാട്ട് നോക്കി നടന്നില്ല. വെടിവെക്കാനോട്ടോ സാറ് വെടിവെക്കും. ദൈവമേ, ആ പുലി ചത്ത് കിട്ടിയ ഞാനൊരു 10 വെടി വെച്ചേക്കാവേ. പുലി ചത്തട്ട് വെടിവെച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഈ പുലിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ ഇന്ന് തന്നെ ചൈനയിലേക്ക് പോയിട്ട് വരാം. ചൈനയിലേക്ക് പുലി ചാവണേക്കുമ്പോ വെടിവെക്കണം. പുലി ചാവണേന് മുമ്പ് വെടിവെക്കാൻ പറ്റിയ ആരാണോ ഇന്ന് ഈ കേരളത്തിലുള്ളത്? ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒറ്റൊരു വെടിവെപ്പുകാരനേ ഉള്ളൂ. അതാരാ? ശിക്കാരി ശംഭു. എന്നാ സമയം കളയാതെ ശംഭുവിനെ വിളിച്ചു നോക്ക്. ഹലോ ഹലോ ഹലോ, ശംഭു ഉണ്ടോ? യോ തീർന്നു പോയല്ലോ മോനെ, പേടെ പാൻപരാഗ് തരാം കേട്ടോ. ഹലോ, ശംഭു ചേട്ടന്റെ വീടാണോ? ശംഭു മഹാദേവ്, എന്താ മോനെ ദിനേശാ കാര്യം? ശംഭു ചേട്ടൻ, ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 പേരെ കൊന്നു. വളരെ സന്തോഷം. അതിന് ഞാൻ എന്ത് വേണം? എന്റെ പൊന്നു ശംഭു ചേട്ടൻ, എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ പുലിനെ ഓക്കെ, നിങ്ങളുടെ 3ാമത്തെ പറ്റിൽ ഐസ്ക്യൂസ് വീഴുമ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കും ഒരു സവാരി ഗിരിഗിരി നടത്താൻ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ശംഭു എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിയാ മതിയായിരുന്നു. എന്റെ പൊന്നു ശംഭു, ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി ആകെ നാശം ചെയ്തുകൊണ്ടിരിക്കുക. ശംഭു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ പുലിനെ ഒന്ന് കൊന്നു തന്നെ. പുലിയൊക്കെ ഞാൻ പിടിക്കാം. അട്ടെ, നിങ്ങൾ ഈ പുലി അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. എന്റെ പൊന്നു ശംഭു ചേട്ടൻ, പുലിനെ പിടിച്ചിട്ട് വേണ്ട കെട്ടിയിട. പുലി ഇതുവരെ പിടിച്ചിട്ടില്ലേ? ആ പുലിനെ പിടിക്കാനല്ല ചേട്ടനെയും കൂടി കെട്ടിയെടുത്തത്. അത് ശരി. ഈ പുലിയെ പിടിക്കാനൊക്കെ പറഞ്ഞാല് ഇച്ചിരി കാശ് മുടക്കുള്ള പരിപാടിയാണ്. എത്ര രൂപ വേണം ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്? അത് നിങ്ങൾ എത്ര രൂപ തരും? ചേട്ടൻ ഈ പുലിയെ കൊന്നാൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു 1 lakh rupees വരെ ചേട്ടൻ തരും. 1 lakh രൂപ. ആർക്ക് വേണം നിങ്ങൾ ഈ 1500 രൂപ? എനിക്കൊരു 950 രൂപ എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പൊന്നു ശംഭു ചേട്ടൻ, എന്തെങ്കിലും ഒന്ന് കുറച്ചതാ. അവസാനമായിട്ട് ഞാൻ പറയണം, ഒരു 100 രൂപ എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ ടച്ച് ചെയ്ത് ഉറപ്പിച്ച് 1000 രൂപയിൽ ഫിക്സ് ചെയ്ത് സമ്മതിച്ച്. അപ്പൊ പുലിനെ എത്രയും പെട്ടെന്ന് പോയി കൊന്നു. ഈ പുലിയെ പിടിക്കാൻ പറഞ്ഞോ? പുലിയെ പിടിക്കാൻ പുലി എന്റെ അളിയനൊന്നും ഞാൻ പറയുന്ന ഒരു സാധനം സംഘടിപ്പിച്ച് തന്നെങ്കിൽ മാത്രമേ എനിക്ക് പുലിയെ പിടിക്കാൻ പറ്റൂ. എന്ത് പണ്ടാരം വേണം ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. പണ്ടാരം കിട്ടിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു പശുവിന്റെ തോല് സംഘടിപ്പിച്ചു. പശുവിന്റെ പോയി പശുവിന്റെ തോലൊപ്പിക്കും. പശുവിന്റെ തോല്. ചിങ്കിടിയാന്നും പറഞ്ഞ് പുറകെ നടക്ക്. ഞാൻ ഈ 6ാം വാർഡിൽ അറിയപ്പെടുന്ന ഒരു MLA ആണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ അറിയില്ല. അല്ല, നമുക്ക് ഈ പുലിയെ കൊല്ലാൻ തോക്ക് പോരെ? എന്തിനാ പശുവിന്റെ തോല്? അതാണ് കിഡ്നി വേണം. അത് ഞാൻ രാവിലെ ഇഡ്ഡലിയുടെ കൂടെ കഴിച്ചല്ലോ. എന്ത് കിഡ്നി? അത് ചട്നി. കിഡ്നി അതായത് ബ്രെയിൻ ട്യൂമർ. നമ്മൾ എന്ത് ചെയ്താലും വെറൈറ്റി. എന്താണ് ഇതിലുള്ള വെറൈറ്റി? പറഞ്ഞുതരാം. ഞാൻ ഈ പശുവിന്റെ തോല് വിട്ടുകൊണ്ട് കാടിന്റെ വിജനമായ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ പുലി പശുവാണെന്ന് കരുതി എന്നെ പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ തോക്കെടുത്ത് ഒറ്റപടി പുലി ക്ലോസ്. ബെസ്റ്റ് ഐഡിയ, ബെസ്റ്റ് ഐഡിയ. എങ്ങനെയെങ്കിലും പുലിനെ ഒന്ന് കൊന്നാ മതി. ശംഭു പുലിയെ കൊന്ന് തിരിച്ചെത്തിയാൽ നാളെ വൈകിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ശംഭുവിനോട് ഉജ്ജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. സ്വീകരണ നടപടികൾ ആരംഭിച്ചു. പുലിയുമായി സ്പോട്ടിലെത്തിക്കണം. ഓക്കെ. ഈ അനുമോദന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല മേനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. വത്സല മേനോ, ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ശ്രീ വത്സല മേനോ. ഈ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി വത്സല മേനോ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA ശ്രീ തമ്പക്കൻ സാർ, നമ്മുടെ പഞ്ചായത്തിൽ സത്യത്തിൽ പുലി ഇറങ്ങി എന്ന് കേട്ടപ്പോൾ ഞാൻ പലരുമായി ബന്ധപ്പെട്ടു. പക്ഷെ എല്ലാവരും എന്നെ കൈയൊഴിയാണ് ഉണ്ടായത്. 1986-ലാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പേപ്പട്ടി ഇറങ്ങുകയുണ്ടായി. ആ പേപ്പട്ടിയാന്ന് വെടിവെച്ച് വീഴ്ത്തിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീമാൻ കുട്ടപ്പനായിരുന്നു. ഞാൻ ഒട്ടും മടിച്ചില്ല. അത് തന്നെ ശ്രീമാൻ കുട്ടപ്പൻ ചേട്ടനുമായി ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ ആ സത്യാവസ്ഥ ഞാൻ
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ തമ്പക്കൻ സാർ എന്നോട് പറഞ്ഞു പുലിയെ പിടിക്കാൻ ശംഭു എത്തിയിട്ടുണ്ടെന്ന്. ശംഭുവിനെ പുലി പിടിക്കട്ടെ, അത് തെറ്റിപ്പോയി. പുലിയെ ശംഭു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അടുത്ത ഈ പ്രാസംഗിക വേദിയിൽ എത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA തങ്കപ്പ സാറാണ്. തങ്കപ്പ സാറിനെ ഞാൻ വേദിയിലേക്ക്. തങ്കപ്പ സാർ, പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് വളരെ കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ത്രാണിയില്ല, അതല്ല ഇവിടെ നഷ്ടപ്പെട്ടു. ഇനി ഒരിറ്റ് ജീവൻ മാത്രമേ എൻ്റെ ഉള്ളിൽ കിടപ്പുള്ളൂ. അത് വച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുക, എന്നോടൊന്നും തോന്നുന്നില്ല.